ഹായ് കൂട്ടുകാരെ, ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഈ മീൻ എന്ത് മീനാണെന്നറിയാവോ? പാമ്പാടയെന്ന് പറയും. അതായത് വാള. ഞങ്ങളുടെ ഇവിടെയൊക്കെ വാളയെന്നാണ് പറയുന്നത്. ഞാൻ മീൻ എടുത്തപ്പോഴേ കുഞ്ഞിപ്പൂച്ച കരഞ്ഞ് 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 എൻ്റെ പുറകെ നടപ്പുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മീനെല്ലാം വൃത്തിയാക്കി കയറിയേ. ഇച്ചിരി പാടാണ് ഈ മീൻ വൃത്തിയാക്കി എടുക്കാനായിട്ട്. ഭയങ്കര ഉളുമ്പുള്ള മീനാണ്. എങ്കിലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അതെല്ലാം വൃത്തിയാക്കി എടുത്തു. അരച്ച് കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് പൊടിമീൻ എല്ലാം കൂടെ ഉണ്ടായിരുന്നേ. ഞാനപ്പോൾ അത് വറക്കാനും പുരട്ടി. ഈ വാള എന്ന് പറയുന്ന മീൻ അരച്ച് കറി വെക്കാൻ ഒരുങ്ങുക. പല സ്ഥലത്തും പല രീതിയിലായിരിക്കുമല്ലോ കറി വെക്കുന്നത് അല്ലേ? പല ടേസ്റ്റ് ആയിരിക്കും. ഞാനിങ്ങനെ ആവട്ടെ വെക്കുന്നത്. അതിൻ്റെ പരുവത്തിലുള്ള തേങ്ങ തിരുമ്മിയെടുത്ത് ഒരു കൊച്ചുള്ളിയും കൂടെ അരഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം അരച്ചെടുക്കും. അതിനുശേഷം ചിലപ്പം മീനും എല്ലാം കൂടെ കൂട്ടി തന്നെ അടുപ്പത്തോട്ട് വെക്കും. ചിലപ്പോൾ അരപ്പ് തിളപ്പിച്ചിട്ട് വെക്കും. പല രീതിയിൽ വെക്കും. ഇന്നിച്ചിരി എളുപ്പമായിട്ടാണ് കേട്ടോ. അരച്ച അരപ്പും കുടംപുളിയും പച്ചമുളകും തക്കാളി ഇവിടെ കറിക്ക് മസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ തക്കാളി ഇടത്തില്ല, പുളി ഇടത്തില്ല. ഇല്ലെങ്കിൽ അരപ്പിൻ്റെ അകത്തോട്ട് പച്ചമുളകും വേപ്പിലയും കുടംപുളിയും തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം അരപ്പ് കലക്കി ഉപ്പും ഇട്ട് തിളപ്പിക്കാൻ വെക്കും. നല്ലോണം അരപ്പ് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇടത്തുള്ളൂ. കയറാൻ ഇച്ചിരി താമസമാണ്. ആ സമയം കൊണ്ട് ഞാൻ വറക്കാൻ പുരട്ടി വെച്ച മീൻ അങ്ങ് അരപ്പ് പുരട്ടുക. നല്ലോണം അരപ്പ് പുരട്ടി അങ്ങ് ഫ്രിഡ്ജ് വെക്കും. വൈകുന്നേരം ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ചൂടോടെ മീൻ വറക്കത്തുള്ളേ. ഒന്ന് കയറി കഴിഞ്ഞിട്ട് മൂടി വെക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ മൂടി വെക്കാഞ്ഞത്. ചിലപ്പോൾ തിളച്ചു തൂവും. പല രീതിയല്ലേ, അതുകൊണ്ട് തിളക്കട്ടെന്ന് ഓർത്ത് ഞാൻ ഇച്ചിരി കുറച്ച് സമയത്തേക്കൊന്ന് തുറന്ന് വെക്കുന്നത്. തിളച്ച് കയറി കഴിയുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മൂടി വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. വെന്റിലേഷൻ വഴിയുള്ള വെട്ടമാണ് കേട്ടോ, സൂര്യൻ്റെ പ്രകാശമാണ് കാണുന്നത്. തിളച്ച് കയറി വന്നപ്പോൾ ഞാനതങ്ങ് മൂടി വെച്ച് കണ്ടോ. ഇപ്പം നല്ലോണം തിളച്ചു. എങ്കിലും കുറച്ചും കൂടെ ഒന്ന് തിളച്ച് പറ്റി വരുമ്പോഴത്തേക്ക് മീൻ കഷ്ണം ഇടത്തുള്ളൂ കേട്ടോ. മീൻ്റെയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു ഇവർ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതങ്ങ് കഴുകി വെക്കുക. ആ സമയം കൊണ്ട് അരപ്പ് നല്ലോണം തിളച്ച് പറ്റി കിട്ടും നമുക്ക്. വൈകുന്നേരമാണ് കേട്ടോ മീൻ കറി വെക്കുന്നത്. മീൻ വാങ്ങിച്ച് വെച്ചേക്കും. പകൽ ഇവരെ വിട്ട് കഴിയുമ്പോഴത്തേക്കും പഠിത്തവും എൻ്റെ ജോലിയായിട്ടൊക്കെ പോകും ഞാൻ. പിന്നെ വൈകുന്നേരം കുളിക്കുന്നതിന് മുമ്പ് മീൻ വെട്ടി കഴുകിയൊക്കെ എടുക്കത്തുള്ളൂ. മിക്ക ദിവസങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ അതേ അരപ്പ് നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇട്ട് എടുക്കുവാണേ. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വേകുന്ന മീൻ, അധികം വേവില്ലാത്തതാണ്. നല്ലോണം തിളച്ച് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം. നല്ലോണം പറ്റി വന്നപ്പോൾ ഞാൻ ഇച്ചിരി വേപ്പിലയും കൂടി ഇട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അങ്ങ് കറി ഇറക്കുകയാണ്. നമ്മൾ മൺചട്ടിക്കകത്ത് മീൻ കറി വെക്കുമ്പോഴത്തേക്കും ഇരുന്നൊന്ന് കറി പറ്റും. അപ്പോൾ ഒത്തിരി അങ്ങ് പറ്റി കഴിയുമ്പം കറി വിളമ്പാൻ സമയമാകുമ്പോൾ നല്ലോണം പറ്റും. എന്നിട്ട് ഞാൻ കഴുകിയിട്ട തുണിയെല്ലാം അങ്ങ് എടുത്ത് മടക്കുകയാണ്. മടക്കി വെക്കത്തേ ഉള്ളൂ. അവൾ കൊണ്ടെടുത്തെല്ലാം കൊണ്ട് വെച്ചോളും. നല്ല വെയിലാണെങ്കിൽ പെട്ടെന്ന് തുണിയൊക്കെ ഉണങ്ങി കിട്ടും. യൂണിഫോമും എല്ലാം ഇല്ലേ, എല്ലാം സെക്ഷനായിട്ടാണ് കേട്ടോ മടക്കി വെക്കുന്നത്. അവളോട് ഞാൻ മടക്കാൻ പറഞ്ഞു. അവളപ്പം മടി പിടിച്ച് ചെയ്തത് കൊണ്ടാണ് ഞാൻ തന്നെ അതങ്ങ് ചെയ്തത്. ഇനി വലിയൊരു ജോലിയുണ്ട് കേട്ടോ. എനിക്കിവിടുത്തെ ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ മുറ്റം തൂപ്പാണ്. ഒത്തിരി മുറ്റമുണ്ട്. അപ്പോൾ രാവിലെ തൂപ്പ് നടക്കത്തില്ല, വൈകുന്നേരം തൂത്തെല്ലാം വൃത്തിയാക്കി ഇടും. എന്നും അങ്ങനെയാണ് ചെയ്യുന്നത്. അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് കളിയാണ് കണ്ടോ. ഇന്ന് അവൾ ഇല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് കുഞ്ഞു വണ്ടികളൊക്കെ എടുത്തു വെച്ച് കളിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവൾ ചെല്ലുന്നുണ്ട് കേട്ടോ വഴക്കിന്. അവൻ മൈൻഡ് ചെയ്യാതിരുന്ന് കളിയാണ്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾ ഒറ്റയ്ക്കാണെങ്കിലും ഇരുന്ന് കളിക്കും. തന്നെയുള്ള കളിയാണ്. ഞാൻ അവിടുന്ന് പിന്നെ പെട്ടെന്ന് മുറ്റം തൂക്കാനിടയിൽ കണ്ടോ, ഭയങ്കര മുറ്റം ഇഷ്ടം പോലെയുണ്ട്. എന്നും ഒരു ജോലിയാണ്. ഭയങ്കര കാറ്റാണ്. പാടം കണ്ടോ. കൃഷി ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അവിടെ അപ്പം മരുന്നടിക്കലും പരിപാടിയെല്ലാം ആണ്. അവളാണ് അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി വീഡിയോ എടുത്തത്. കാറ്റ് കാരണം മുറ്റം തൂക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരിയിലെല്ലാം കാറ്റത്ത് നമ്മൾ തൂക്കുന്നിടത്തോട്ട് തന്നെ പറന്നിങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അതുപോലെ കാറ്റാണ് വൈകുന്നേരം. ഒത്തിരി ഇലകളും എപ്പോഴും മുറ്റത്ത് കാണും. ഇങ്ങനെ തൂക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഒരു 1/2-3 മണിക്കൂർ എനിക്ക് പോകും. ഞാൻ ഇച്ചിരി സ്പീഡിൽ വീഡിയോ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത്രയും സ്പീഡിലൊന്നും തൂത്ത് മാറ്റാൻ പറ്റത്തില്ല. എപ്പോഴും ഇലയായിരിക്കും. ഇത്രയും മുറ്റം വൃത്തിയാക്കണ്ടേ. പക്ഷേ ഇത്രയും മുറ്റം എല്ലാം തൂത്ത് വൃത്തിയായി കഴിയുമ്പോൾ നല്ല രസമാണ് മുറ്റം കാണാൻ, തൂത്തുവാരി ഇടുമ്പോഴത്തേക്കും.
പെട്ടെന്ന് കാറ്റിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. കാറ്റിന് നമ്മൾ തൂക്കുന്ന സ്ഥലത്തോട്ട് തന്നെ ഇല പിന്നെ വന്നേയിരിക്കും. ഇത്രയും മരങ്ങളൊക്കെ നിൽക്കുന്നതല്ലേ. ചില സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. തൂക്കുന്ന ഓർക്കുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാട്ടോ. മഴയാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. നമ്മുടെ മെയിൻ മുറ്റം തൂത്തിട്ട് ഇതങ്ങോട്ട് കയറി വരുന്ന വഴിയാണേ. അവിടെയും കാണും ഇഷ്ടംപോലെ ഇലകളാണ്. അതും എല്ലാം തൂത്ത് വൃത്തിയാക്കി പിന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ച്. അപ്പോഴത്തേക്കും അച്ചാച്ചി വന്നു. വിളക്ക് കത്തിക്കാൻ സമയമായി. വിളക്ക് കത്തിക്കാനുള്ള ഒരുക്കമാണേ. ആ സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി വിളക്കങ്ങ് കത്തിച്ചു. വിളക്ക് കത്തിക്കലും നാമഞ്ചൊല്ലും ഒക്കെ നമ്മുടെ സ്ഥിരം ശീലങ്ങളാണ്. അതൊന്നും മുടക്കാൻ പറ്റത്തില്ല. അച്ഛൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഒരുത്തൻ ഓടുന്നത് എന്തിനാണെന്ന് അറിയാവോ? കളിപ്പാട്ടം എല്ലാം കളിച്ചെടുത്ത് തന്നെ എല്ലാം ഇട്ടിരിക്കുക. ഏട്ടൻ വഴക്ക് പറയുവേ. അവൻ ഓടിച്ചെന്നതെല്ലാം എടുത്ത് വെക്കുക. അവൾ പഠിക്കാൻ കയറി കേട്ടോ. കുറേ അധികം പഠിക്കാനുണ്ടെന്നും കരുതി അവൾ പഠിക്കാനിരുന്നു. അവനെ ഞാൻ പഠിക്കാൻ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അവൻ ഓരോ നമ്പർ പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ. എന്തായാലും ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്